Today we'll discuss about civil service examination. Okay, normal civil service exam എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലായിട്ട് നമ്മൾ പറയുന്നത് IAS എക്സാം എന്നാണ്. സോ IAS എക്സാമിന്റെ ഫോർമാറ്റ് എന്താണ്, എക്സാം എന്താണ്, ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദിസ് വീഡിയോസ് ടുഡേ. ആൻഡ് ദിസ് വീഡിയോ ഈസ് നോട്ട് ഫോർ എക്സ്പെർട്ട്, ദിസ് ഈസ് പ്യുവർലി ഫോർ സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസ് ആൻഡ് ദെയർ പേരൻസ്. സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ പേരൻസിനും ഉള്ളതാണ് ഈ വീഡിയോ. സെൻട്രൽ ഗവൺമെന്റ് ദർ ഇസ് എ ബോഡി കാൾഡ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബോഡി ഉണ്ട്. ആ UPSC ബോർഡ് എല്ലാ വർഷവും വേറെ വേറെ പോസ്റ്റുകളിലേക്ക് ദേ കണ്ടക്ട് ഡിഫറെൻറ്റ് എക്സാമിനേഷൻസ്. ആ ഡിഫറെൻറ്റ് എക്സാമിനേഷനിൽ പെട്ട ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ് IAS, IFS, IPS പോലത്തെ കാറ്റഗറികളിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമൺ എക്സാം. സോ അപ്പോൾ IAS എക്സാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് സിവിൽ സർവീസ് എക്സാം. സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമാണ്. ആ എക്സാം കണ്ടക്ട് ചെയ്തിട്ട് എടുക്കുന്ന കാൻഡിഡേറ്റ്സിനാണ് IAS, IFS, IPS പോസ്റ്റുകളിലേക്ക് നിയമിക്കുക. സോ ദിസ് ഈസ് ദ ബേസിക് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അപ്പോൾ സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമാണ്. ഇൻ ദ പ്രോസസ്സ് ഇറ്റ് ടേക്സ് ആൾമോസ്റ്റ് 1 year. ഓക്കെ, സോ നോർമലി ഒരു ഫെബ്രുവരിയിലായിരിക്കും, ഒരു വർഷത്തിൽ ഒരു ഫെബ്രുവരി മാസത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. സോ ബിഫോർ മാർച്ച് വി വിൽ ഹാവ് ടു അപ്ലൈ ഫോർ ദി സിവിൽ സർവീസ് എക്സാമിനേഷൻ. സോ ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം ജൂണിലായിരിക്കും. സോ ഇൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ 3 stages are there. First stage prelims, next stage is mains, next stage is interview. Okay, so അപ്പോൾ ജൂണിലായിരിക്കും പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് മെയിൻസ് എക്സാമിനേഷൻ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും. നെക്സ്റ്റ് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അതിൽ ക്ലിയർ ചെയ്ത ആൾക്കാരെ ദേ വിൽ കോൾ ഫോർ ദി ഫൈനൽ ഇൻ്റർവ്യൂ. ദാറ്റ് വിൽ ബി ഡ്യൂറിങ് ദി മന്ത് ഓഫ് ഫെബ്രുവരി ഓർ മാർച്ച് എല്ലാം ഫെബ്രുവരിയിലായിരിക്കും ഇൻ്റർവ്യൂ. സോ അതിൻ്റെ റിസൾട്ട് ഏപ്രിൽ ഓർ മെയ് ടൈമിലായിരിക്കും വരാം. അപ്പോൾ നോർമലി ഒരു ഫെബ്രുവരിയിൽ തുടങ്ങി ഒരു ഏപ്രിൽ ഓർ മെയ് വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം മോർ ദാൻ 1 year നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അപ്പോൾ ഈ സ്റ്റേജുകളുടെ ഇടയിൽ ഒരു കാൻഡിഡേറ്റ് എവിടെ മേ ബി പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എവിടെയെങ്കിലും വെച്ച് ഫെയിൽ ആയാൽ ദെൻ ദേ വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്. ഫ്രം പ്രിലിംസ് തന്നെ അവരെന്താക്കണം, തുടങ്ങണം. അപ്പോൾ എത്ര ആൾക്കാർ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ആൾമോസ്റ്റ് ഒരു വർഷത്തിൽ 8 to 12 lakh ആൾക്കാർ ഈ എക്സാമിന് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത ആൾക്കാരിൽ ഏകദേശം 4 to 6 lakh ആൾക്കാർ എക്സാം അറ്റൻഡ് ചെയ്യും പ്രിലിംസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഓൺലി അറൌണ്ട് 10,000 people will clear prelims and will be qualified for the mains. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഇവിടെ എന്താവും, ഡിസ്ക്വാളിഫൈ ആവും. അതിനുശേഷം 10,000 ആൾക്കാർ മെയിൻസ് അറ്റൻഡ് ചെയ്യും. അതിൽ അറൌണ്ട് വെറും 2,000 ആൾക്കാർ മാത്രമേ ഇന്റർവ്യൂവിന് ക്വാളിഫൈഡ് ആവും. ഇന്റർവ്യൂവിന് ക്വാളിഫൈഡ് ആയതിനു ശേഷം ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഈ 2,000-ൽ അറൌണ്ട് 700 to 1,200 ആൾക്കാർ മാത്രമേ ഈ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ 700 to 1,200 എന്ന് പറഞ്ഞാൽ എവ്രി ഇയർ ഇറ്റ് മേ വേരി. ഈ വർഷം 700, നെക്സ്റ്റ് ഇയർ മേ ബി 800, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ പിന്നെ അറൌണ്ട് 1,000 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോർമലായിട്ട് 12 lakh ആൾക്കാർ എക്സാം പിന്നെ അപ്ലൈ ചെയ്തിട്ട് വെറും 700 to 1,200 ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. നെക്സ്റ്റ് ഈ സെലക്ട് ആയ 700 to 1,200 ആൾക്കാരെ ഒരു വർഷത്തിൽ സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യും. ഈ സെലക്റ്റായ ആൾക്കാരിൽ നിന്നാണ് അക്കോർഡിംഗ് ടു ദെയർ റാങ്കിങ്, ഓക്കെ, അവരുടെ റാങ്കിനനുസരിച്ചിട്ടാണ് ആദ്യത്തെ റാങ്ക്സ് IAS, നെക്സ്റ്റത്തെ റാങ്ക് IFS, നെക്സ്റ്റത്തെ റാങ്ക് IPS, അങ്ങനെ നെക്സ്റ്റ് IRS ഫൈനാൻസ്, IRS ITBT, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ് ടു 25-26 കാറ്റഗറീസ് ഓഫ് പോസ്റ്റ് സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യും. സോ അപ്പോൾ നോർമലി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഒരു വർഷത്തിൽ അക്കോർഡിംഗ് ടു ദി റിക്വയർമെന്റ് അറൌണ്ട് 70 to 100 or 120 ആൾക്കാർ ഒരു വർഷത്തിൽ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് IFS, ദിസ് ഇസ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഡിഫറെൻറ്റ് കൺട്രീസിനുള്ള അംബാസിഡർ ആണെങ്കിലും അവർ 10 to 30 അതും ഒരു വർഷത്തിലുള്ള റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് അവർ സെലക്ട് ചെയ്യും. നെക്സ്റ്റ് ഇന്ത്യൻ പോലീസ് സർവീസ്,
അറൗണ്ട് 200 to 300 കാൻഡിഡേറ്റ് ഒരു വർഷത്തിൽ IPS വേണ്ടിയിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ ടോട്ടലായിട്ട് ഫോർ ദി ഡിഫറെൻറ്റ് 25-26 കാറ്റഗറീസ് അറൌണ്ട് 700 to 1,200 ആൾക്കാർ ഒരു വർഷത്തിൽ സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞിട്ട് ആൾക്കാർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, ഓക്കെ, പക്ഷെ അയാൾക്ക് എന്ത് വേണ്ട, IAS വേണ്ട. എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം, he can select IFS or IPS or any according to their rank they can select any post. പക്ഷെ ഒരാൾക്ക് 200 റാങ്ക് കിട്ടി, പക്ഷെ അയാൾക്ക് IAS വേണം. സോ ദെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഹയർ റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് വേറെ പോസ്റ്റ് വേണമെങ്കിൽ ദേ ക്യാൻ സെലക്ട്, പക്ഷെ ലോവർ റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് ഹയർ പോസ്റ്റ് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ നോർമലി IAS സിവിൽ സർവീസ് എക്സാമിന് രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് പോസ്റ്റ്, ഓക്കെ, സെക്കൻഡ് വൺ ഈസ് കേഡർ. സോ പോസ്റ്റ് അതായത് IAS വേണം, IFS വേണം, IPS വേണം, അത് ഏത് വേണമെന്ന് അവർക്ക് അക്കോർഡിംഗ് ടു ദിയർ റാങ്ക് അവർക്ക് എന്താക്കാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും. സോ കേഡർ അങ്ങനെയാണ്. കേഡർ ഏത് സ്റ്റേറ്റ് വേണം, കേരള വേണോ, കർണാടക വേണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് വേണമെങ്കിൽ അവർ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ദേ ക്യാൻ ഗീവ് ദെയർ പ്രിഫറൻസസ്. പക്ഷേ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവർ പോസ്റ്റിംഗ് കൊടുക്കൂ, അല്ലെങ്കിൽ UPSC will decide which cadre this candidate has to be posted. So next, ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ? ബേസിക് ക്വാളിഫിക്കേഷൻ ഈസ് എനി ഡിഗ്രി, ഏത് ഡിഗ്രി ആണെങ്കിലും ഓക്കെ. സോ MBBS ആണെങ്കിലും BTech ആണെങ്കിലും അല്ലെങ്കിൽ BA ആണെങ്കിലും BCom ആണെങ്കിലും ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏത് ഡിഗ്രി ആണെങ്കിലും ഓക്കെ. സോ ബേസിക് ക്വാളിഫിക്കേഷൻ ഈസ് എ ഡിഗ്രി. നെക്സ്റ്റ്, വാട്ട് ടു സ്റ്റഡി. നോർമലായിട്ട് ഫോർ ദി ബിഗിനേഴ്സ് ഒരു IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? സോ നോർമലി നമ്മൾ പഠിക്കേണ്ടത് ആസ് എ ബിഗിനർ NCERT ടെക്സ്റ്റ് ബുക്സ്, NCERT ബുക്സ് ഫ്രം 6th സ്റ്റാൻഡേർഡ് ടു 12th സ്റ്റാൻഡേർഡ് NCERT ബുക്ക് വി ഹാവ് ടു സ്റ്റഡി. സോ 6th to 12th സ്റ്റാൻഡേർഡ് NCERT ബുക്ക് നമ്മൾ ഇപ്പോൾ പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും എന്തുണ്ട്, ഒരു കാറ്റഗറി ഉണ്ട്, ഒരു സിലബസ് ഉണ്ട്, ഓക്കെ, ജനറൽ ആയിട്ട് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിന് അനുസരിച്ചിട്ട് ജസ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് NCERT ബുക്സ് നമ്മൾ 6th to 12th സ്റ്റാൻഡേർഡ് പഠിക്കണം ആസ് എ ബിഗിനർ. So as I told earlier, this video is not for expert, this is for beginner and school and college students. Okay, next, the Hindu newspaper. So the Hindu newspaper നമ്മൾ എപ്പോഴും വായിച്ചെന്താക്ക ശീലിക്ക. The Hindu newspaper ഒരു കോളം ഉണ്ട്, that is called editorial. So editorial page എന്താ ചെയ്യുക, എപ്പോഴും പിന്നെ വായിച്ച് ശീലിക്കുക. നോർമലി ആസ് എ ബിഗിനർ ദി ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ per day it will take minimum 2 to 3 hours. ഓക്കെ, അപ്പോൾ പിന്നെ അതെന്തായിക്കോളും, ശീലമായിക്കോളും. അപ്പോൾ നമ്മൾ നോർമലി ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് ലെവലിലെ സ്റ്റുഡൻറ്റ് നോർമലായിട്ട് ഒരു വർഷത്തിൽ അക്കാഡമിക് ടൈമിൽ 2 to 3 months നമുക്ക് വെക്കേഷൻ ഉണ്ടാവും. ആ 2 to 3 month വെക്കേഷൻ്റെ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചെങ്കിൽ 6th to 12th സ്റ്റാൻഡേർഡ് NCERT ബുക്സ് വായിക്കാം. ഓക്കെ, വായിച്ച് കഴിഞ്ഞതിന് ശേഷം ദി ഹിന്ദു ന്യൂസ് പേപ്പറും വായിക്കുക, അതിൻ്റെ എഡിറ്റോറിയലിൻ്റെ സമ്മറി പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതൊരു നോട്ട്സ് പോലെ ആക്കിയിട്ട് അതിനെന്താക്കുക റിപ്പീറ്റഡ്ലി ജസ്റ്റ് പിന്നെ അതിനെ റെഫർ ചെയ്താൽ. നോർമലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചെങ്കിൽ പേരൻസ് ആണെങ്കിലും സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വാട്ട് വി ഹാവ് ടു ഡു ഈസ് ദാറ്റ് അപ് ടു SSLC വി വിൽ സ്റ്റഡി എവറി സബ്ജക്ട്സ്, ലൈക്ക് എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിക്കും. സോ SSLC കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് സിവിൽ സർവീസിലാണ് താല്പര്യമെങ്കിൽ, സിൻസ് സിവിൽ സർവീസിൽ അധികം സബ്ജക്ട്സും ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പോളിറ്റി, എക്കണോമി, ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് അങ്ങനത്തെ സബ്ജക്ട്സ് ആയതുകൊണ്ട് നമ്മൾ എന്താക്കണം, +1 +2 അവരോട് ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പറയണം. സോ ഹ്യൂമാനിറ്റീസ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിയിൽ അവർ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂ ആണ്. ഏതുപോലെ, സോ BA ഇംഗ്ലീഷ്, ഓക്കെ, BA പൊളിറ്റിക്കൽ സയൻസ്, ഓക്കെ, BA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BA സോഷ്യൽ സയൻസ്, ഇപ്പൊ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് അവരെന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ അവര് ഈ ഡിഗ്രി കഴിയുമ്പോൾ അറ്റ് ദി ഏജ് ഓഫ് 21 ദേ വിൽ ക്ലിയർ ദെയർ ഡിഗ്രി. 21ാമത്തെ വയസ്സിൽ അവർക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ റിക്വയർമെന്റിലുള്ള ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിന്റെ ആൾമോസ്റ്റ് ഒരു പാർട്ട് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കും അറ്റ് ദി ഏജ് ഓഫ് 21. സോ 21 അവർ ഡിഗ്രി കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം 22 ആകുമ്പോഴേക്ക് അവർക്ക് എന്താക്കാം, എക്സാമിന് അറ്റൻഡ് ചെയ്യാം. സോ അപ്പോൾ 22 എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് സിവിൽ സർവീസിന്റെ സിലബസിൽ മോസ്റ്റ് ഓഫ് ദി പാർട്ട് അവർ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ
കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ പിന്നെ അവർക്ക് എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള പോർഷൻസ് പഠിച്ച് അല്ലെങ്കിൽ ഒന്നും കൂടി റിവിഷൻ ചെയ്ത് പെർഫെക്റ്റ് ചെയ്തിട്ട് അറ്റ് ദി ഏജ് ഓഫ് 22 ദേ ക്യാൻ ഗിവ് ദി എക്സാമിനേഷൻ. അങ്ങനെ 21 ഇയേഴ്സിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് 22 ഇയേഴ്സിൽ സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് എത്രയോ ആൾക്കാർ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റും പേരൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരേ കാര്യം, സിവിൽ സർവീസിലേക്കാണ് കുട്ടികൾ വിടുന്നതെങ്കിൽ മാക്സിമം ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് സെലക്ട് ചെയ്യാൻ നോക്കാം. ഹ്യൂമാനിറ്റീസ് അല്ലാത്ത സെലക്ട് ചെയ്ത് എത്രയോ ആൾക്കാർ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. ബിടെക് ആണെങ്കിലും പിന്നെ MBBS ആണെങ്കിലും വേറെ എല്ലാ കോഴ്സ് സെലക്ട് ചെയ്ത ആൾക്കാർ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി കുട്ടികൾക്ക് ഫീസ്. നോർമലി IAS കാൻഡിഡേറ്റ്സിന്റെ പോസ്റ്റ് എന്തായിരിക്കും? IAS ഒരാൾ IAS ആയി സെലക്ട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അനുസരിച്ചിട്ട് അലോട്ട് ചെയ്ത കേഡറിലേക്ക് അവർ പോസ്റ്റ് ചെയ്യും. സോ ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കും, നെക്സ്റ്റ് സബ് കളക്ടർ ആയിരിക്കും, നെക്സ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടേഴ്സ്, നെക്സ്റ്റ് ക്യാബിനറ്റ് സെക്രട്ടറീസ് അല്ലെങ്കിൽ സെക്രട്ടറീസ്. ഓക്കെ, ഹയസ്റ്റ് റാങ്കിങ് IAS ഓഫീസർ ഇസ് ദ ക്യാബിനറ്റ് സെക്രട്ടറി. ഓക്കെ, ഇത് ഞാൻ റാൻഡം ആയിട്ട് പറഞ്ഞതാണ്. ദർ ഇസ് എ പ്രോട്ടോകോൾ, ദർ ഇസ് എ ഫോർമാലിറ്റി ഓക്കെ ടു സെലക്ട്. ഫൈൻ. നെക്സ്റ്റ് IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയാലും അവരെ ഡിഫറെൻറ്റ് കൺട്രീസിന്റെ അംബാസിഡർ ആക്കും, കമ്മീഷണർ ആക്കും, ഫോറിൻ കമ്മീഷണർ, ഫോറിൻ സെക്രട്ടറീസ് അങ്ങനെയായിരിക്കും. നെക്സ്റ്റ് IPS ആയാലും സ്റ്റാർട്ടിംഗ് പോസ്റ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഉണ്ടാവും, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഉണ്ടാവും, പിന്നെ IG ഉണ്ടാവും, DGP ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയായിരിക്കും അവര് പോസ്റ്റിംഗ്. സോ ഇങ്ങനെ കുറെ പോസ്റ്റേഴ്സ് ഉണ്ട്. IRS ITBT, IRS ഫിനാൻസ്. സോ അങ്ങനെ കുറെ പോസ്റ്റ്സ് ഈ പിന്നെ സിവിൽ സർവീസ് എക്സാംസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്, ലൈക്ക് ഫിനാൻസ് കമ്മീഷണർ, അങ്ങനെ കുറെ പോസ്റ്റ്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഏജ് ലിമിറ്റ്. ഓക്കെ, സോ നോർമലി ഗവൺമെന്റിന്റെ എല്ലാ എക്സാംസും ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദി കാറ്റഗറി. ജനറൽ നോർമൽ ആയിട്ട് ബേസിക്കലി ജനറൽ, OBC, SC, ST. ദർ ആർ മെനി മോർ കാറ്റഗറീസ് ലൈക്ക് ഇന്ത്യൻ ആർമി, ആർമഡ് ഫോഴ്സസ്, ദെൻ ഹാൻഡിക്യാപ്ഡ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ ഇത് 3 നോക്കാം. സോ ജനറൽ കാറ്റഗറി 21 to 32 ഇയേഴ്സ്. ഓക്കെ, സോ അറ്റംപ്റ്റ്സ് ആണെങ്കിൽ 6 അറ്റംപ്റ്റ്സ് ചെയ്യാം. സോ വിച്ച് എവർ കംസ് earlier. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 22-30 ഇയേഴ്സ് ആകുമ്പോഴേക്കും 6 അറ്റംപ്റ്റ് ആയാലും കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരാൾക്ക് പിന്നെ 2 അറ്റംപ്റ്റ് ആയിട്ടുള്ളൂ, ഏജ് 32 ബാറായി കഴിഞ്ഞു. ഓക്കെ, സോ വിച്ച് എവർ കംസ് earlier that will be. So next OBC category 21 to 35 years and 9 attempts. Okay, so now then SC ST ആൾക്കാർക്ക് 21 to 37 years and unlimited attempts. 37 year ആവുന്നത് വരെ എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും അവർക്ക് എന്തായാ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഈസ് preliminary examination. So prelims normally it's multiple choice questions. പിന്നെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അതിൽ ഒരു ഓപ്ഷൻസ് ടിക്ക് ചെയ്യാനാണ്. ഓക്കെ, OMR ഷീറ്റ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ എക്സാം ഫീസ് 100 rupees ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ്സ് എ 1 day എക്സാമിനേഷൻ, മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ 9:30 to 11:30 and 2:30 to 4:30. നോർമലി സൺഡേ ആണ് എക്സാം കണ്ടക്ട് ചെയ്യാറ്. സോ ഇത് പിന്നെ 2 hours എക്സാമിനേഷൻ. സോ പ്രിലിംസിൽ 2 പാർട്ട് ഉണ്ട്. പാർട്ട് 1 പേപ്പർ 1 is GS, that is general studies. 100 questions ഉണ്ടാവും. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 2 marks. ഓക്കെ, ടോട്ടൽ 200 marks. അതിൽ പിന്നെ ക്വാളിഫൈ ആവണമെങ്കിൽ അറൌണ്ട് 95 to 105 ഓരോ വർഷം ഓരോ കട്ട് ഓഫ് മാർക്സ് ഉണ്ടാവും. ഓക്കെ, ഒരു വർഷം 95 ഉണ്ടാവും, മേ ബി 96 ഉണ്ടാവും, 100 ഉണ്ടാവും, 105 ഉണ്ടാവും, 106 ഉണ്ടാവും, 7 ഉണ്ടാവും, ഏതുണ്ടാവും. സോ ആൻഡ് വൺസ് അഗൈൻ ദിസ് കട്ട് ഓഫ് മാർക്ക് ഈസ് ബേസ്ഡ് ഓൺ കാറ്റഗറീസ്. ജനറൽ സ്റ്റഡീസിന് വേറെ ഉണ്ടാവും, OBCക്ക് വേറെ ഉണ്ടാവും, SC STക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറൽ സ്റ്റഡീസിന് ജനറൽ കാറ്റഗറി ആൾക്കാർക്ക് പിന്നെ 95 ആണെങ്കിൽ OBCക്ക് മേ ബി ഒരു 94 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 93 ആയിരിക്കും. സോ SC STക്ക് 85, സോ 90 ആയിരിക്കും കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി കാറ്റഗറി ഓക്കെ ദിസ് കട്ട് ഓഫ് മാർക്ക് വേരീസ്. നെക്സ്റ്റ് പാർട്ട് ഈസ് CSAT, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സോ CSAT 80 ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 2.5 marks, ടോട്ടൽ 200 mark. ആൻഡ് ഈ CSAT ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അതിൽ 33% മാർക്ക് എടുക്കണം. അതായത് 200ൽ 66 മാർക്ക് അതെല്ലാവരും എടുക്കണം. എടുത്താലായിരിക്കും പിന്നെ CSAT ക്ലിയർ ആവാം. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇതിൽ 66 കിട്ടി, പക്ഷെ ഇതിൽ ഒരാൾക്ക് ഇപ്പോൾ 90 ആണ് കട്ട് ഓഫ് എങ്കിൽ 90 കിട്ടിയില്ല, 89 ആണെങ്കിൽ അയാൾ ഫെയിൽ. ഫോർ എക്സാമ്പിൾ ഇതിൽ 67 കിട്ടി, പക്ഷെ ഇതിൽ 90 കിട്ടിയില്ല, 89 ആണെങ്കിൽ സ്റ്റിൽ അയാൾ ഫെയിൽ ആണ്. ഇതിൽ എത്ര കിട്ടിയാലും ഇതിൽ 66 എബോവ് കിട്ടണം, പക്ഷെ അതിലും എന്ത് കിട്ടണം, അതിന്റെ റിക്വയർമെന്റ് ആയ കട്ട് ഓഫ് മാർക്ക് കിട്ടണം. അതല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഒരാൾക്ക് ഇതിൽ 90 ആണ് കട്ട് ഓഫ് മാർക്ക്, 95 കിട്ടി, പക്ഷെ ഇതിൽ 66 കിട്ടിയില്ല, ഒരു 64 കിട്ടി, 2 marks കുറവായി, എന്നാലും അവരെന്താണ്
ഫെയിൽ ആണ്. അപ്പോൾ ഇതിന്റെ റിക്വയർമെന്റ് വേറെ തന്നെയാണ്, ഇതിന്റെ റിക്വയർമെന്റ് കട്ട് ഓഫ് മാർക്ക് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടിലും അവരെന്താക്കണം, അതിന്റെ റിക്വയർമെന്റ് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എക്സാം ഇത് ജസ്റ്റ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ഇതിന്റെ മാർക്ക്, ഇതിൽ എത്ര മാർക്ക് കിട്ടിയാലും ജസ്റ്റ് ക്ലിയർ ചെയ്താൽ മതി ഈ സ്റ്റേജ്. ഫൈനൽ റാങ്കിങ്ങിലേക്ക്, ഫൈനൽ മാർക്കിലേക്ക് ഈ പ്രിലിമിനറി എക്സാമിന്റെ മാർക്ക് കാൽക്കുലേറ്റഡ് അല്ല. പിന്നെ പ്രിലിമിനറി എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് വെച്ചെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. ഓക്കെ, ഓരോ റോങ് ആൻസറിനും 0.33 മാർക്ക് ഡിഡക്ഷൻ ഉണ്ടാവും. അതായത് റോങ് ആയിട്ട് ടിക്ക് ചെയ്ത് 3 ആൻസർ റോങ് ടിക്ക് ചെയ്താൽ 1 മാർക്ക് ഡിഡക്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തു, അപ്പോൾ അയാൾക്ക് എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി. ഓക്കെ, എന്നിട്ട് അയാൾ 3 റോങ് ടിക്ക് ചെയ്താൽ അവർക്ക് എന്താക്കി? 1 മാർക്ക് -1 ആയി. അപ്പോൾ അയാളുടെ ടോട്ടൽ മാർക്ക് 1. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. സോ ആൻഡ് ഇൻ അനദർ കേസ്, ഒരാൾ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് ആൻസറിന് മാത്രമേ ടിക്ക് ചെയ്യുന്നുള്ളൂ, റോങ് ആൻസറിന് അവർ ടിക്ക് ചെയ്യുന്നില്ല, എന്നാൽ അവർക്ക് എന്തില്ല, മാർക്ക് ഡിഡക്ഷൻ ഇല്ല. അറ്റൻഡ് ചെയ്തിട്ട് റോങ് ആയാൽ മാത്രമേ മാർക്ക് ഡിഡക്ഷൻ ഉള്ളൂ, അറ്റൻഡ് ചെയ്യാത്ത വിട്ടാൽ മാർക്ക് ഡിഡക്ഷൻ ഇല്ല. പ്രിലിംസിന്റെ സിലബസ് ആണ്. ഓക്കെ, പ്രിലിംസിൽ ആസ് ഐ ടോൾഡ് earlier 2 പാർട്ടുണ്ട്, GS ആൻഡ് CSAT. സോ GSൽ ഇന്ത്യൻ പോളിറ്റി, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഇന്ത്യൻ എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, കറന്റ് അഫയേഴ്സ്, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്. ഇതായിരിക്കും നോർമൽ ആയിട്ട്. GSൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ബട്ട് ഇത് സിലബസ് ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്തത് മാത്രം. സോ അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മോസ്റ്റ് ഓഫ് ദി സബ്ജക്ട്സ് ആർ കവേർഡ് ഫ്രം ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ നിന്നാണ് അവർ അധികം പിന്നെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചെങ്കിൽ NCERT ബുക്ക് 6th to 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT ബുക്ക് പഠിക്കുമ്പോൾ ഈ പോർഷൻസ് മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് പഠിക്കുക. അതായിരിക്കും സിവിൽ സർവീസ് എക്സാമിനേഷന് എളുപ്പമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി. അപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ഇന്ത്യൻ പോളിറ്റി, ജിയോഗ്രഫി, ഹിസ്റ്ററി ഈ കാര്യങ്ങളൊക്കെ NCERT ബുക്സിലുണ്ടാവും. സോ കറന്റ് അഫയേഴ്സിനാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ദി ഹിന്ദു ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കേണ്ടത് കറന്റ് അഫയേഴ്സിനാണ്. ആൻഡ് എന്നാൽ മാത്രമല്ല, ഈ പറഞ്ഞ പോർഷൻസിൽ, ഈ പറഞ്ഞ ടോപ്പിക്സിൽ കറന്റ് അഫയേഴ്സ് മേ ബി ഇന്ത്യൻ പോളിറ്റിയിൽ ഇന്ന് പുതിയ ഒരു പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അതാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് ഡേ ബൈ ഡേ ചേഞ്ച് ആയിക്കൊണ്ടുണ്ടാവുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പും പിന്നെ പഠിക്കാൻ എന്ത് ചെയ്യുക, ദി ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാം. സോ നെക്സ്റ്റ് കാറ്റഗറീസ് CSAT മെയിൻ ആൻഡ് നോർമൽ ആയിട്ട് ഇംഗ്ലീഷ്, മാത്സ് ആണ്. ഇംഗ്ലീഷിൽ പാസേജസ് ആണെങ്കിലും പിന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനത്തെ കുറേ കാറ്റഗറീസ് ഉണ്ട്. മാത്സ് ആണെങ്കിലും കുറേ കാറ്റഗറീസ് ഉണ്ട്. അതൊക്കെ ഈ CSATലാണ് വരാം. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം മെയിൻസ് എക്സാം ആയിരിക്കും. ഓക്കെ, സോ മെയിൻസ് എക്സാമിന്റെ സിലബസ്, മെയിൻസിൽ മെയിൻ ആയിട്ട് നമുക്ക് പേപ്പർ A, പേപ്പർ B, പേപ്പർ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ ടോട്ടൽ 9 പേപ്പേഴ്സ് ഉണ്ട് പിന്നെ മെയിൻസിന്. സോ പേപ്പർ A ആൻഡ് പേപ്പർ B ഇസ് ക്വാളിഫയിങ് പേപ്പർ ആണ്. ഇതിന്റെ മാർക്ക് ഫൈനൽ റാങ്കിങ്ങിന് ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ ഇതിൽ നമ്മൾ പറഞ്ഞ റിക്വയർഡ് ആയ മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ പേപ്പർ A കമ്പൽസറി ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. കമ്പൽസറി ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ UPSC ബോഡി അംഗീകരിച്ച ലാംഗ്വേജ്, മേ ബി മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, എനി ലാംഗ്വേജസ്. സോ അതായത് റീജിയണൽ ലാംഗ്വേജസിൽ ഉള്ള ഒരു എക്സാം ആണ് പേപ്പർ A. ദാറ്റ് ഈസ് 3 hour എക്സാം, 300 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് പേപ്പർ B ഈസ് കമ്പൽസറി ഇംഗ്ലീഷ്. ഇത് എല്ലാവർക്കും ഇംഗ്ലീഷ് തന്നെയാണ്, അതും ക്വാളിഫൈഡ് ആണ്. അത് 3 hours എക്സാം ആണ്. സോ 300 മാർക്കാണ്. സോ ഇതിൽ രണ്ടില് മിനിമം 25% ഓക്കെ മാർക്ക് എടുത്താൽ മാത്രമേ ഇത് എന്താവും, ക്വാളിഫൈ ആവും. സോ ഇതിൽ മിനിമം മാർക്ക്, കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ഇത് അത്ര സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ എത്ര അധികം മാർക്ക് എടുത്തിട്ടും കാര്യമില്ല, ബിക്കോസ് ഈ 2 മാർക്ക് 300, 600 മാർക്ക് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ ദി ഫൈനൽ മാർക്സ് ആൻഡ് റാങ്കിങ്. പേപ്പർ 1 ആണ്. പേപ്പർ 1 essay ആണ്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് നോർമലായിട്ട് റാങ്കിങ്, ഫൈനൽ റാങ്കിങ്ങിലുള്ള മാർക്കും സബ്ജക്റ്റും സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, പേപ്പർ 1 essay ആണ്. essay ഏതിന്റെ മുകളിൽ essay ചോദിക്കാം, കറന്റ് അഫയേഴ്സ്, കറന്റ് സിറ്റുവേഷൻസ്, കറന്റ് എന്തിനെ കുറിച്ചിട്ടും essay ചോദിക്കാം. ഓക്കെ, സോ essay ജനറൽ ആണത്. പേപ്പർ 1 essay. സോ 3 hours examination once again, 250 marks. ഓക്കെ, next paper 2, that is GS paper 1, Indian heritage and culture, history and geography of the world and society. Okay, ഇതായിരിക്കും GS paper 1. So അതും 3 hours exam ആണ്, 250 mark ആണ്. Next paper 3, okay, GS paper 2 ആണ്. അത് governance,
constitution, welfare initiative, government in welfare initiatives and social justice and international relationship. Once again 3 hours exam, 250 marks. Next paper 4, that is GS paper 3, science and technology, economic development, agriculture, biodiversity, security and disaster management. Once again it's a 3 hours exam, 250 marks. Next paper 5, GS paper 4, ethics, integrity and aptitude. Once again it's 3 hours, 250 marks exam. So next paper 6 and paper 7, that is optional subject. Optional subject we can select according to our interest. Okay, ഏത് സബ്ജക്ട്സ് വേണമെങ്കിലും UPSC ബോർഡ് പിന്നെ റെക്കഗ്നൈസ് ചെയ്ത ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നമ്മൾ നോർമലി നമ്മൾ പിന്നെ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഏത് ആ സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്യാറ്. അതിൽ എല്ലാ സബ്ജക്ട്സ് ഉണ്ട്. ഇന്ത്യൻ പോളിറ്റി ഉണ്ട്, എക്കണോമി ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, പിന്നെ എല്ലാ ആൾമോസ്റ്റ് എല്ലാ ജിയോഗ്രഫി, അങ്ങനെ മാത്സ്, അങ്ങനെ കുറേ സബ്ജക്ട്സ് ഈ ഓപ്ഷണൽ പേപ്പറിലുണ്ട്. ഓക്കെ, സോ വി ക്യാൻ സെലക്ട് വൺ ഓപ്ഷണൽ പേപ്പർ. അതിൽ 2 പാർട്ട് ഉണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ദാറ്റ് ഈസ് വൺസ് അഗൈൻ 3 hours and 3 hours exam, 250 marks exam. സോ അപ്പോൾ മെയിൻസ് എക്സാം ടോട്ടലി ഓക്കെ 1750 മാർക്കിനാണ് മെയിൻസ് എക്സാം ആവുക. ഈ 1750 മാർക്കാണ് ഫൈനൽ റിസൾട്ടിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന മാർക്സ്. സോ അപ്പോൾ മെയിൻസ് എക്സാം നോർമലി 5 days എക്സാം ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് 5 days, മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ 3 hours. മോർണിംഗ് നോർമലി 9 to 12 ആൻഡ് 2 to 5 ആയിരിക്കും എക്സാം. ആഫ്റ്റർ ക്വാളിഫൈങ് മെയിൻസ്, the final round is a personal interview. There will be an interviewing panel. ഒരു പാനൽ ഉണ്ടാവും, അറൗണ്ട് 4 to 6 members ആയിരിക്കും പാനൽ. നോർമലായിട്ട് IAS ഓഫീസേഴ്സ് ഉണ്ടാവും, സബ്ജക്ട് എക്സ്പേർട്സ് ഉണ്ടാവും. നമ്മൾ പിന്നെ ഓപ്ഷണൽ സബ്ജക്ട് സെലക്ട് ചെയ്തതിൻ്റെ ബേസ്ഡിൽ സബ്ജക്ട് എക്സ്പേർട്സ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു പാനലായിരിക്കും നമ്മൾ ഫൈനലായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുക. സോ ഇൻ്റർവ്യൂസ് ഓഫ് 275 മാർക്സ്. നോർമലി ജനറൽ സ്റ്റഡീസും നമ്മൾ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പ്രിലിംസിലും മെയിൻസിലും ആയിട്ട്. ഇന്റർവ്യൂവിൽ നോർമലായിട്ട് നമ്മൾ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആസ് എ ഡിസ്ട്രിക്ട് കളക്ടർ ഓർ ആസ് എ പോലീസ് ഓഫീസർ, ആസ് എ കമ്മീഷണർ നമ്മൾ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതായിരിക്കും മെയിൻ ആയിട്ട് അവർ നമ്മളെ പേഴ്സണാലിറ്റിനെയാണ് നോക്കുന്നത്. ഓക്കെ, സോ മെയിൻസിൽ നോർമലായിട്ട് നമ്മൾക്ക് 1750 മാർക്ക് കിട്ടി. ഓക്കെ, ദറ്റ് ഈസ് മെയിൻസ്. ആൻഡ് ഇന്റർവ്യൂ മാർക്സ് ഈസ് 275 മാർക്സ്. ഓക്കെ, ടോട്ടലി ഓക്കെ 2025 മാർക്ക്. ഓക്കെ, 2025 മാർക്കിലായിരിക്കും ഫൈനൽ പിന്നെ റാങ്കിങ് ചെയ്യുന്നത്. സിവിൽ സർവീസ് എക്സാമിനേഷന്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ചെയ്താൽ അവർക്ക് IAS, IFS, IPS എന്നീ അക്കോർഡിംഗ് ടു ദി റാങ്ക് പോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വിതിൻ ഒരു 2 to 3 months ട്രെയിനിങ് സ്റ്റാർട്ട് ആവും. IAS കാൻഡിഡേറ്റ്സിന് നോർമലി IAS, IFS എല്ലാവർക്കും ബേസിക് പിന്നെ ഫൗണ്ടേഷൻ കോഴ്സ് പ്രോഗ്രാം വിൽ ബി പ്രൊവൈഡഡ് ബൈ ദി ലബാസന, മസൂരി, ലാൽ ബഹാദൂർ ശാസ്ത്രി അക്കാഡമിയിൽ മസൂരിയിലാണ്. നെക്സ്റ്റ് IAS, IFS ആൾക്കാർക്ക് അവിടെ തന്നെ ട്രെയിനിങ്, ഫിസിക്കൽ ആണെങ്കിലും നോർമൽ ട്രെയിനിങ് ആണെങ്കിലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിലും അവിടെ തന്നെ അവർക്ക് ട്രെയിനിങ് ചെയ്യും. നെക്സ്റ്റ് IPS ആൾക്കാർക്ക് ഹൈദരാബാദിലായിരിക്കും. നെക്സ്റ്റ് കുറെ പോസ്റ്റ് ഉണ്ട്, IRS, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. സോ അവർക്ക് അവരവരെ കാഡറിൽ അവരവർക്ക് പിന്നെ അലോട്ട് ചെയ്ത പ്ലേസസിലായിരിക്കും ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭാരത് ദർശൻ എന്ന് പറഞ്ഞിട്ട് ഓൾ ഓവർ ഇന്ത്യ ടൂർ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പ്രസിഡന്റിന്റെ മീറ്റപ്പ് ഉണ്ടാവും ദർബാർ ഹാളിൽ, പ്രൈം മിനിസ്റ്ററിന്റെ മീറ്റപ്പ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേഡറിലേക്ക് അലോട്ട് ചെയ്ത കേഡറിലേക്ക് ജോയിനിങ് ഓർഡറുമായിട്ട് അവരെന്താക്കും, അവരെ ഓർഡർ എടുത്തിട്ട് അവർ പിന്നെ അവരവരുടെ കാഡറിലേക്ക് ജോയിൻ ചെയ്യാൻ വരും. ആൻഡ് പ്രസിഡന്റിന്റെ ദർബാർ ഹാൾ അവർ വിത്ത് ഫാമിലി ആയിരിക്കും പ്രസിഡന്റിനെ കാണാൻ പോകുന്നത്. അവിടെ ഫംഗ്ഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരവരുടെ കാഡറിലേക്ക് അവരെ പോസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഓൾ ദി ബെസ്റ്റ്.